ഹലോ! അങ്ങനെ സ്നേഹക്കൂട്ടിലെ കള്ളങ്ങളൊക്കെ അടപടലം പൊളിഞ്ഞു വീണു നമ്മുടെ ഇന്ദ്രജിത്ത് ഒന്നും അറിയാതെ ആ ഒരു ചെന്നായ്ക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് വന്ന് പതിക്കാൻ പോകുകയാണ് അല്ലെ പ്രേക്ഷകരെ. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ പല്ലവി പൂർണിമാമയെ വിളിച്ച് പറയുന്നുണ്ട്. സേതുവേട്ടനെ തകർക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. അവനിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒന്നും അറിയാത്ത പോലെ. ഇന്ദ്രൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ഒരു സദ്യ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല്ലവി പറയുകയാണേ. പിന്നീട് നമ്മുടെ ഇന്ദ്രജിത്ത് വരുന്നു. എന്നിട്ട് നമ്മുടെ വേണുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ കണ്ടാൽ എന്റെ അച്ഛനെ പോലെയാ പൊന്നുമടത്തിലെ മാധവനെ ആ അച്ഛനെ പോലെയാണെന്ന് എല്ലാവരും പറയും. സാറിന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്കുവാണേ. എന്നിട്ട് വേണു ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഇന്ദ്രിയത്തിനെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഋതുവും പല്ലവിയും അടക്കം എല്ലാവരും ഒലക്കയും സാധനങ്ങളും ചൂലും കട്ടൊക്കെ ഇട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുക നമ്മുടെ ഇന്ദ്രിയത്തിനെ അടിച്ചിടാൻ വേണ്ടി. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാട്ടോ. അപ്പൊ എന്തായാലും ഇനി വരുന്ന ഒരു എപ്പിസോഡില് ഇവരൊക്കെ കൂടി ഇന്ദ്രിയത്തിനെ പഞ്ഞിക്കിടുന്ന ദൃശ്യങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.